വിഷ്ണുവിനെന്ന് വെച്ചാൽ നല്ല ഭാഗ്യമാണ് ഉണ്ടായിട്ടുള്ളത്, നായകനായിരിക്കും ചീത്തവിളി കേൾക്കാം. അതൊരു ചില്ലറ ഭാഗ്യമല്ല. അത് ചില്ലറ ഭാഗ്യമല്ല, എന്തോ കുത്തിപ്പറയുന്ന പോലൊരു comment box ലും നോക്കണ്ട. Haters അതിന് പലതും പറയും. ഇവനെന്ത് മൊണ്ണയാണ്, ഇവന് വാ തുറന്ന് പറഞ്ഞൂടെ എന്നൊക്കെ പറയാറില്ലേ. എന്നാ പിന്നെ ഈ കമന്റ് ബോക്സിൽ കമന്റ് ഇടുന്ന ആൾക്കാർ വന്നിട്ട് കഥ എഴുതട്ടെ. CBSE പഠിച്ച ആൾക്കാരെ പൊതുവെ ഉണ്ട് മൊണ്ണകൾ എന്ന് വിളിക്കാറുണ്ട്. വിളിച്ചോണ്ട് അങ്ങോട്ട് CBSE ആണെങ്കിലും സ്റ്റേറ്റിലാണെങ്കിലും മൊണ്ണകൾ ഉണ്ടാവും, അതുപോലെ വിളവന്മാരും ഉണ്ടാവും. അത് വേറെ കാര്യം. ഇത് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് തോന്നുന്നുണ്ടല്ലോ. താൻ സൈബർ സെക്യൂരിറ്റി താൻ ആരുടെ ഒക്കെ നോക്കിയിട്ടുണ്ടോ പറഞ്ഞോ? ഞാനിപ്പോ ആടെ നോക്കാറില്ല. അപ്പൊ പണ്ട് നോക്കിയിട്ടുണ്ട്. പക്ഷെ അപ്പോ സീരിയലിലെ പൊളിറ്റിക്സ് പ്രയനെ ബാധിച്ചിട്ടില്ല എന്ന് വേണോ പറയാൻ? എല്ലായിടത്തും പൊളിറ്റിക്സ് ഉണ്ട്, അറിഞ്ഞോ അറിയാതെ നമ്മൾ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടുണ്ടാവാം. പക്ഷെ നമ്മളതൊക്കെ ഓവർകം ചെയ്തേ പറ്റൂ. സീരിയലിൽ പൊളിറ്റിക്സ് എനിക്ക് പ്രഥമ ദൃഷ്ടിയ എന്നെ ഭയങ്കരമായിട്ട് എന്നെ ഹേർട്ട് ചെയ്ത സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ഹായ് ഹലോ, വെൽക്കം ടു സീരിയൽ ടുഡേ. ഇറ്റ്സ് മീ നിമിഷ റാം. ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റായിട്ട് എത്തിയിട്ടുള്ളത് സുഗമോദേവി എന്ന സീരിയലിലൂടെ മലയാളി മിനി സ്ക്രീൻ ഓഡിയൻസിൻ്റെ പ്രിയങ്കരനായി മാറിയ നമ്മുടെ സ്വന്തം നന്ദൻ. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. നന്ദൻ്റെ യഥാർത്ഥ പേര് പലർക്കും അറിയില്ല. അറിയാം, എന്നാലും പ്രയാൻ വിഷ്ണു എന്നാണല്ലോ പേര്. അതെ, പ്രയാൻ വിഷ്ണു എന്നാണ് പേര്. വിഷ്ണു എന്നാണ് ശരിക്കുള്ള പേര്. ഓക്കെ. പ്രയാൻ എന്ന് പറയുന്നത് സ്ക്രീൻ നെയിമാണ്. അപ്പോൾ ലാസ്റ്റ് ഞാനൊരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റേഷൻ 5 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സിനിമയിൽ അതിൻ്റെ ഡയറക്ടർ പുള്ളിയുടെ നിർദ്ദേശപ്രകാരം എടാ നമുക്കൊരു പേരിലൊരു മാറ്റം വരുത്താം എന്ന് പറഞ്ഞിട്ട് അപ്പം ചിന്തിച്ചപ്പോൾ പ്രയാൺ എന്നുള്ള ഒരു പേര് എനിക്കെന്തോ ഇഷ്ടപ്പെട്ടു. അർത്ഥം അറിയോ? അറിയില്ല. പ്രയാൻ എന്ന് വെച്ചാൽ എന്താ? ജേണി, യാത്ര. അപ്പോൾ നല്ല യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് പ്രയാൺ വിഷ്ണു. യാത്ര ചെയ്യുന്ന വിഷ്ണു. ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് പ്രയാൺ വിഷ്ണു എന്നാണെന്ന് പറയാം. അങ്ങോട്ടേക്ക് റെക്കമെൻഡ് പറഞ്ഞ പേരാണോ അല്ല ഇങ്ങോട്ട് പറഞ്ഞെന്നാണ് അല്ലേ? ഞാനിങ്ങനെ നോക്കി ആലോചിച്ചപ്പോൾ ഞാൻ തന്നെ സെലക്ട് ചെയ്തു, ഞാൻ തന്നെ അത് അവരോട് സംസാരിച്ചു. ഓക്കെ നമുക്ക് ഇത് ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞു. ഇത് പിന്നെ സ്ക്രീൻ നെയിം മാത്രമായിട്ട് മാറ്റിയതാണ് അല്ലേ? സ്ക്രീൻ നെയിം. അങ്ങനെ പ്രയാനായി കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായോ? നമ്മൾ പറയില്ലേ ഇങ്ങനെ പേരൊക്കെ മാറ്റി കഴിഞ്ഞാൽ ആൾക്കാരുടെ ജീവിതത്തിൽ ഐശ്വര്യം വരുന്ന ഐശ്വര്യം ഉണ്ടാവും ഒരുപാട്. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്ന ആളൊന്നുമല്ല. എന്നാ പിന്നെ പേര് മാറ്റാണ്ടിരുന്നൂടെ? നമ്മളൊരു കല്ല് മുകളിലോട്ടേക്ക് പറക്കി എറിഞ്ഞു കഴിഞ്ഞാൽ താഴെ വരുമ്പോഴേക്കും ഒരു സെക്കൻഡ് 100 വിഷ്ണുമാരുടെ തല്ലിൽ വീഴും. നിങ്ങളെന്നെ കാണാറില്ല ഇൻസ്റ്റാഗ്രാമിലും ഇതിലൊക്കെ എന്തോ വിഷ്ണു മോശം പേരൊന്നല്ല. വിഷ്ണുവിനെ പറ്റി എന്തൊക്കെ അപവാദങ്ങളാണ് പറയുന്നത്. എനിക്കറിയുന്ന 1-2 വിഷ്ണു ഉണ്ട്, മിനി സ്ക്രീനിലെ വിഷ്ണു, അങ്ങനെ കുറെ വിഷ്ണു എല്ലാം. അതെ അതെ, പേര് നിമിഷാന്നല്ലേ? എന്റെ പേരിൽ എന്തെങ്കിലും അപവാദം അത് വന്നോളൂ, കുഴപ്പമില്ല, കുറച്ച് ദിവസങ്ങൾ കഴിയട്ടെ. അല്ല ഈ നിമിഷമല്ല, പൊതുവെ നിമിഷം എന്നുള്ള പേര് പേടിക്കണ്ട, ഞാനതല്ല ഉദ്ദേശിച്ചത്. എന്റെ പേരിൽ ഒന്നും വരില്ല. കാലം തെളിയിക്കും. കാലം തെളിയിക്കുന്നല്ല, കാലം തെളിയിക്കട്ടെ. കാലം തെളിയിക്കുന്നു. പോവാ. പക്ഷെ വിഷ്ണുവിനെ പറ്റിയല്ലേ ഒരുപാട് റീൽസും ട്രോൾസ് ഒക്കെ വരുന്നുണ്ട്. ആ കല്ല് തലയിൽ വീഴാണ്ടിരിക്കട്ടെ. അതൊരു പ്രാക്കാണോ? ഞാൻ പ്രാകാറില്ല. എന്നെ അറിയുന്നവരൊക്കെ പറയാം പ്രാകാറേ ഇല്ല. തലയിൽ വീണാ കല്ല് വർക്ക് എറിയാനും എനിക്കറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. ശരിക്കും എനിക്ക് തോന്നുന്നു സീരിയൽ സുഗമോദേവിയിലെ നന്ദൻ എന്ന് പറഞ്ഞ ഒന്നും തിരിച്ച് പ്രതികരിക്കാൻ പറ്റാത്ത ഒരാളാണ്. ആ രോക്ഷം മുഴുവൻ ഈ ഇന്റർവ്യൂവിന് വന്ന് ഇവിടെ ഇരിക്കുമ്പോഴും ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുന്നേ തീർക്കുന്നുണ്ട്. അങ്ങനല്ല, നന്ദൻ എന്ന് ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയട്ടെ, സുഗമോദേവി എന്ന് പറയുന്ന സീരിയൽ ഫ്ലവേഴ്സ് ചാനലിൽ തന്നെ ആദ്യത്തെ 1000 എപ്പിസോഡ്സ് ക്രോസ് ചെയ്തൊരു സീരിയലാണ്. അപ്പോൾ അത് ഒരുപാട് സന്തോഷമുള്ളൊരു സിറ്റുവേഷനാണ്. കാരണം നമുക്ക് ലാസ്റ്റ് വീക്ക് പറ്റിയായിരുന്നു എൻ്റെ 1000 എപ്പിസോഡ്സ് ക്രോസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഒരു ഡെബ്യൂ എന്ന രീതിയിൽ അല്ല നമുക്ക് നമ്മുടെ വർക്കാണല്ലോ, ഞാൻ നായകനായ വർക്കല്ലേ എന്ന് ആലോചിക്കുമ്പോഴുള്ളൊരു അഭിമാനം സന്തോഷമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഓരോ ക്യാരക്ടേഴ്സ് ആണല്ലോ. അപ്പോൾ നന്ദൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ അങ്ങനെയാണ്. ഒരു ആൾ പാവമാണ്. പാവം എന്ന് വെച്ചാൽ പ്രതികരണ ശേഷി ഇല്ലാത്ത ആളൊന്നുമല്ല. പക്ഷേ പുള്ളിക്ക് കഷ്ടകാലമാണ്. പുള്ളി എന്ത് ചെയ്താലും പുള്ളി കഷ്ടകാലത്തിൽ അത് കൊണ്ടുപോയി അവസാനിക്കും. പുള്ളിയുടെ ഒരു വിധി അങ്ങനെയാണ്. അങ്ങനെയുള്ള ഒരാളാണ്. പക്ഷെ ആൾ ജെന്യുവനാണ്, പാവമാണ്, നല്ലതാണ്. പക്ഷെ പെട്ടുപോകും പല കാര്യങ്ങളിലും. എനിക്ക് തോന്നുന്നു ഇതിൽ റനീഷ റഹ്മാൻ ആണ് ഇതിൽ നെഗറ്റീവ് റോൾ ചെയ്യണേ. അതെ, ഇപ്പോൾ റനീഷ വന്നിട്ട് ഇപ്പോൾ ഒരു 6 months ഒക്കെ ആയി. അതെ, സുസ്മിതയാണ് ഇതിലെ ഹീറോയിൻ. വളരെ നന്നായിട്ട് പോകുന്ന ഒരു കുടുംബജീവിതം. അതിന്റെ ഇടയിലോട്ട് ഒരു ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയായിട്ട് റനീഷ വരുന്നു
അല്ലേ? പണ്ടത്തെ ലൈനോ ഫ്രണ്ടോ എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്തോ ഉടായിപ്പ് സെറ്റപ്പ് ആയിട്ട്. മനസ്സിലായില്ല, പോയി മനസ്സിലാക്കിട്ടോ അല്ല, അതില് ശരിക്കും ആള് വരുന്നു, ഈ വാ തുറന്ന് പറഞ്ഞൂടെ എന്റെ ഫ്രണ്ടാന്ന്, ഒന്നും പറയാതെ പുള്ളിക്കാരത്തി വിളിക്കുമ്പോൾ കൂടെ അങ്ങ് പോവുക. അത് സിറ്റുവേഷനാ. പുള്ളി ഇങ്ങനെ ട്രാപ്പ് ചെയ്യപ്പെട്ട് നിൽക്കുകയാണ്. ഈ അല്ല, ട്രാപ്പ് ചെയ്യപ്പെടണമെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം വേണ്ടേ? ഒരു നന്നായിട്ട് നല്ലവനായ നായകൻ ഒരാൾ വരുന്ന സമയത്ത് എങ്ങനെയാ വെറുതെ നമുക്ക് പുറത്ത് പോകുന്ന പറഞ്ഞാൽ അയ്യോ ഇല്ല എന്റെ ഭാര്യയും കുട്ടിയെ ഞാൻ വരുള്ളൂ, അല്ലെങ്കിൽ ഭാര്യയും കുട്ടിയോ? അല്ല കുട്ടിയില്ലായിരുന്നു. ഭാര്യയും ഭാര്യയും കൂട്ടിയിട്ടേ കൂട്ടി. ഞാൻ വരുള്ളൂ ആ എന്ന് പറയാം. ആ. അല്ലെങ്കിൽ മാന്യമായിട്ട് ഇറങ്ങിപ്പോ. ഉം. ഈ കള്ളത്തരമൊക്കെ കാണിക്കുന്നോണ്ടാണ് ഈ സീരിയലിലെ നന്ദൻ ഇങ്ങനെ അത് പിടിക്കപ്പെടുന്നത്. കള്ളത്തരം അങ്ങനെ കള്ളത്തരം കാണിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണ്. അത് കള്ളത്തരമായിട്ടല്ല പുള്ളി ചിന്തിക്കുന്നത്. പുള്ളി ഓക്കെ, ഞാനിപ്പോൾ ഇങ്ങനെ പോയില്ലെങ്കിൽ ഇത് ചെയ്തില്ലെങ്കിൽ ഫാമിലിയിൽ മറ്റേ കാര്യങ്ങൾ അറിയില്ലേ, അപ്പോൾ ഫാമിലിക്ക് അത് വിഷമാവൂലേ, ഞാൻ പെട്ടുപോകൂലേ, അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ തെറ്റിദ്ധാരണ. അതാണ് ഞാൻ അതാണ് പറഞ്ഞത്. ആ ഒരു മൈൻഡ് സെറ്റാണ് പുള്ളിക്ക്. അതുകൊണ്ടാണ് പുള്ളി പോയിട്ട് പെട്ടുപോകുന്നത് പല കാര്യങ്ങളിലും. അപ്പൊ പുള്ളിയുടെ കഥാപാത്രത്തെ നമുക്ക് എങ്ങനെ വിശേഷിപ്പിക്കാം? വിശേഷിപ്പിക്കാന്ന് വെച്ചാല് പാവം ആണ്, പാവം. ജെനുവിൻ ആണ്, സത്യസന്ധനാണ്. പക്ഷെ ഇന്നലെ ഒരു നെയിം പറഞ്ഞല്ലോ ക്യാരക്ടർ. ആരാണ്? ഈ കമന്റ് ബോക്സിലൊക്കെ നമുക്ക് കമന്റ് ബോക്സിൽ നോക്കണ്ട, ഇവനെന്ത് മൊണ്ണയാണ്, ഇവന് വാ തുറന്ന് പറഞ്ഞൂടെ എന്നൊക്കെ പറയാറില്ലേ? എന്നാ പിന്നെ ഈ കമന്റ് ബോക്സിൽ കമന്റ് ഇടുന്ന ആൾക്കാർ വന്നിട്ട് കഥ എഴുതട്ടെ. ഓരോ കഥക്കും ഓരോ പാറ്റേൺ ഇല്ലേ? അപ്പൊ നമ്മള് ഓക്കെ, അപ്പൊ എനിക്ക് വേണമെങ്കിൽ തൻ്റെ ഇടം കാണിച്ചാൽ സത്യസന്ധമായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എനിക്കിപ്പോ ഒരു 100ാമത്തെ എപ്പിസോഡിൽ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 100ാമത്തെ എപ്പിസോഡ് സീരിയൽ കഴിയില്ലേ? അങ്ങനെയല്ല. അത് ഓരോ സീരിയലിനൊരു പാറ്റേൺ ഉണ്ട്. ആ രീതിയിൽ മുമ്പോട്ട് പോകും. പ്രേക്ഷകർക്ക് അത് ഇഷ്ടം തോന്നുന്ന എപ്പിസോഡ്സ് ഉണ്ടാവും, ചീത്ത വിളിക്കുന്ന എപ്പിസോഡ്സ് ഉണ്ടാവും. അൾട്ടിമേറ്റ്ലി അത് ആ ക്യാരക്ടറിന്റെ വിജയമാണ് അല്ലേ? നമ്മള് ചീത്ത വിളിക്കുന്നത്, നമ്മള് വിഷ്ണു എന്നെ അല്ല, പ്രയാൺ വിഷ്ണു പറഞ്ഞ എന്നെ അല്ല ചീത്ത വിളിക്കുന്നത്, നന്ദൻ ചീത്ത വിളിക്കുന്നത്. അല്ല, പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നന്ദൻ ഇതിലെ ഹീറോ ആണ് അല്ലേ? നമുക്ക് ഹീറോസിന് സാധാരണ ചീത്തവിളി കിട്ടാറില്ല, അയ്യോ പാവം പാവം. പക്ഷെ ഇതിലൊന്നുമില്ല, ചീത്ത വിളിയൊക്കെ കിട്ടി എത്രയോ. വേറെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു വേറെ ചാനൽസിലൊന്നും ഫുൾ എപ്പിസോഡ്സ് അപ്ലോഡ് ചെയ്യാറില്ല യൂട്യൂബിൽ. അതെ, ഓക്കെ, യൂട്യൂബിൽ. അപ്പൊ കമന്റ് ബോക്സ് ഓപ്പൺ ആണ്, ആർക്കും എന്തും പറയാം എന്നുള്ളൊരു ഇതിലാണ്. അപ്പോൾ പല സീരിയൽസും എല്ലാവരുടെയും ഇഷ്ട സീരിയൽസിന് താഴെ ചിലപ്പോൾ എല്ലാവരും യൂട്യൂബിൽ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കമന്റ് ബോക്സിൽ ഒരുപാട് നല്ലതും മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും. അതിപ്പോ അമ്മയെ തല്ലിയ 2 പക്ഷം പറയുന്ന നാടല്ലേ? നെഗറ്റീവ്സ് ഉണ്ടാവും, പോസിറ്റീവ്സ് ഉണ്ടാവും. പോസിറ്റീവ്സ് മാത്രം കിട്ടാൻ വേണ്ടിയിട്ടല്ലോ നമ്മൾ ജീവിക്കുന്നത്, നെഗറ്റീവ്സ് ഉണ്ടാവും. നോർമലി ഇപ്പൊ നായകനായിട്ടോ അത് സത്യം പറഞ്ഞാൽ നല്ല കാര്യമാണ് കേട്ടോ. നമുക്കൊരു ചീത്തവിളിയൊക്കെ കേൾക്കണമെങ്കിൽ വില്ലനാവണം സാധാരണ. പക്ഷെ വിഷ്ണുവിനെന്ന് വെച്ചാൽ നല്ല ഭാഗ്യമാണ് ഉണ്ടായിട്ടുള്ളത്, നായകനായിരിക്കും ചീത്തവിളി കേൾക്കാം. അതൊരു ചില്ലറ ഭാഗ്യമല്ല. അത് ചില്ലറ ഭാഗ്യമല്ല, എന്തോ കുത്തി പറയില്ല. പക്ഷെ നല്ല ഒരുപാട് ഇഷ്ടമുള്ള കഥാപാത്രമാണ് കേട്ടോ. എന്റെ വീട്ടിലൊക്കെ എല്ലാ ദിവസവും കാണുന്ന ചീത്ത പറയാറുണ്ടോ? ഇല്ല, അമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ്, നല്ല ക്യാരക്ടർ എന്ന് എപ്പോഴും പറയും. അതാണ് അമ്മക്ക് പേരുണ്ട്. ഇതില് നായികയായിട്ടല്ലേ സുസ്മിത, എങ്ങനെയാണ് അതിന്റെ ഒരു കെമിസ്ട്രി ആൻഡ് ബോണ്ടിങ് സീരിയലിൽ? സുസ്മിതയുടെ 2ാമത്തെ വർക്കാണിത്. അവള് ശരിക്കും നമ്മളൊരു ഇൻഡസ്ട്രിയിൽ ഒരു ലക്കി ഹീറോയിൻ എന്നുള്ള ഒരു പേരിന് അവകാശപ്പെട്ട ഒരാളാണ്. കാരണം ഫസ്റ്റ് സീരിയൽ നീ ഞാനും അത് ഹിറ്റായിരുന്നു സീ കേരളത്തിൽ. നിയർ 2000 എപ്പിസോഡ്സ് പോയതാണ്. അതിനുശേഷമാണ് ഈ സീരിയലിലേക്ക് വരുന്നത്. പുള്ളിക്കാരി എന്താ പറയുക, നമ്മുടെ വളരെ ഏറ്റവും അടുത്ത, എനിക്ക് ഒരുപാട് ഗേൾസൊന്നും അങ്ങനെ ഫ്രണ്ട്സ് ആയിട്ടില്ല. അപ്പോൾ അതിൽ ഏറ്റവും എന്താ പറയുക, നമുക്കൊരു സ്പെഷ്യലായിട്ടുള്ള നല്ലൊരു ഫ്രണ്ടാണ്. അവളോട് നമ്മളെ ലൊക്കേഷനിൽ ആദ്യം നമ്മൾ വലിയ കമ്പനി ഒന്നും ഉണ്ടായത്. അവൾ ബേസിക്കലി സൈലൻ്റ് ആണെന്ന് വെച്ചാൽ സൈലൻ്റ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ സൈലൻ്റ് അല്ല, അവൾ എന്താ സ്ഥാനത്ത് കോമഡി അടിക്കാനും കൗണ്ടർ അടിക്കാനൊക്കെ അവൾ അടിപൊളിയാണ്. നമ്മുടെ ഡയറക്ടർ ഫൈസൽ സാറ് എന്തെങ്കിലും പറഞ്ഞിട്ട്, ഇപ്പോൾ ഷോർട്ടിൻ്റെ ഇടയിൽ പുള്ളി ചിലപ്പോൾ നമ്മൾ ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ചിലപ്പോൾ ശാസിക്കാറുണ്ട്, ഇത് പറയാറുണ്ട്. ആ സ്നേഹത്തിൻ്റെ മുകളിലാണ്. പക്ഷേ ഞാനൊക്കെ പേടിച്ചിട്ട് സാറോട് ഒന്നും പറയാറില്ല. പക്ഷേ ഇവളുടെ ചില വർത്തമാനങ്ങളൊക്കെ ഉണ്ട്, ചില കൗണ്ടറൊക്കെ, അത് കേട്ടാൽ സാറിനടക്കം ചിരി വരും. ഗുരുവായൂർ സ്ലാങ്ങിൽ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അടിപൊളിയാണ്. അപ്പോൾ ആസ് എ ഹീറോയിൻ അവൾക്കും ഒരു അച്ചീവ്മെൻ്റ് ആണ്. അവളെ ഒരു 1000 എപ്പിസോഡ്സൊക്കെ ക്രോസ് ചെയ്തു. ഓക്കെ, ഇതിൽ ഈ പറഞ്ഞതുപോലെ യൂട്യൂബിൽ എപ്പിസോഡ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അതിൽ ആക്സസിബിൾ ആണ് അല്ലേ? പിന്നെ എപ്പോഴും ഇൻസ്റ്റയിലാണെങ്കിൽ ഇതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കും. എങ്ങനെ പോയി സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാലും ഈ സീരിയലിന്റെ ഒരു ബൈറ്റ് എവിടെയെങ്കിലും ഒക്കെ കാണും. അപ്പൊ ഞാൻ ഇതിൽ തോന്നിയിട്ടുള്ളത്, ഇതിലെല്ലാം റീ എൻട്രി അല്ലെങ്കിൽ മരിച്ചുപോയ ആൾക്കാർ തിരിച്ചു വരിക, ഇതിലെ വില്ലനും നായകനുമായിട്ട് ഉള്ളൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ശരിക്കും വില്ലനെ കൊന്നു അല്ലേ?
ഇതിൽ വില്ലൻ ഒരുപാട് പേര് പുകഴ്ത്തിയിട്ടുള്ള കമന്റ് ഞാൻ കണ്ടിട്ടുണ്ട് താഴെ. ഓക്കെ, ഇത് അറ്റ്ലീസ്റ്റ് വില്ലൻ എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ട്, വില്ലത്തരെങ്കിലും കാണിച്ച് നടക്കുന്നുണ്ട്. ഏത് വില്ലനാണ് പറഞ്ഞത്? കുറെ വില്ലന്മാരുണ്ട് ഇതില് ഋഷി എന്ന വില്ലൻ, ഈ വില്ലനെ ആക്ച്വലി കൊന്നതാണല്ലേ, മരിച്ചുപോയി, എന്നിട്ട് തിരിച്ചു വന്നു. മരിച്ചുപോയി തിരിച്ചു വന്നു. ഇപ്പൊ നന്ദന്റെ നാശം കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. എല്ലാ എപ്പിസോഡ്സും കാണാറുണ്ടല്ലേ? വളരെ നന്നായിട്ട് കഥകളൊക്കെ പറയണ്ടല്ലോ. ഞാൻ ടെലികാസ്റ്റ് ചെയ്ത കഥകൾ മാത്രമേ പറയുള്ളൂ. ഇങ്ങനെയൊന്നും അല്ലല്ലോ കഥകള്. ലാസ്റ്റ് ചെയ്ത എപ്പിസോഡ് എനിക്ക് ഇപ്പൊ അറിയണം. ലാസ്റ്റ് ചെയ്ത എപ്പിസോഡാ കണ്ടത്. ലാസ്റ്റ് എപ്പിസോഡ് പിന്നെ എന്താ, ഞാൻ ബൈറ്റ് പറയാം. ആ വില്ലനെ പാക്ക് ചെയ്തു ദുബായിലേക്ക്. കൊറിയറോ പാക്ക് ചെയ്തെന്ന് വെച്ചാ രശ്മി അല്ലെ, രശ്മി ചേച്ചിയാണ് ഇതിലെ വില്ലന്റെ അമ്മ. വില്ലന്റെ അമ്മ വളരെ വിദഗ്ധമായി വില്ലനെ പാക്ക് ചെയ്ത് വിട്ടു അല്ലേ ദുബായിലേക്ക്. പക്ഷെ വില്ലൻ ദുബായിൽ പോയിട്ടില്ല. എവിടെ പോയി? എവിടെയുണ്ട് വില്ലൻ? എവിടെയോ പോയി അല്ലെ. വില്ലൻ തിരിച്ചു വരുന്നുണ്ട് അല്ലേ. അപ്പൊ ഈ വില്ലനെ ഇടയ്ക്ക് കൊല്ലുക, തിരിച്ചു വരിക, പ്രേതമായിട്ട് വരിക. ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത്? അല്ലേ, ഇതിൽ ശരിക്കും നമ്മൾ ഓർത്തിട്ടുണ്ട് ഇപ്പോഴത്തെ സീരിയലൊന്നും പ്രേതമൊന്നും ഉണ്ടാവില്ല, ഇതിൽ പ്രേതം കൂടെ വന്നിരിക്കണം. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇതിൽ വില്ലൻ നായകനെ ഉപദ്രവിക്കാനായിട്ടാണ് വരുന്നെങ്കിൽ കൂടെ ആ ഒരു കോമ്പിനേഷൻ പറയൂ. പ്രേതമല്ല, സോറി, വില്ലനായിട്ടില്ല. ഇത് പ്രേതമല്ലാന്ന് അറിയാലോ. ഒരു അവർ തന്നെ ഫാബ്രിക്കേറ്റ് ചെയ്തൊരു കഥ. അതായത് ഈ നായകനെ പരീക്ഷിക്കാനും പേടിപ്പിക്കാനും മാനസികമായി തളർത്താനും വേണ്ടി ഒരു പറ്റം വില്ലന്മാർ ചെയ്ത്, അതായത് ഓപ്പോസിറ്റ് ഉള്ള ഇപ്പോൾ റനീഷ അല്ലെങ്കിൽ ഇസബെല്ല ആണ് ആ ക്യാരക്ടറിൻ്റെ പേര്, ഋഷി, കെവിൻ, ഇതുപോലത്തെ ക്യാരക്ടേഴ്സ് വില്ലൻ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ ചെയ്ത ഒരു കഥ, ഒരു ഫാബ്രിക്കേറ്റ് ചെയ്ത് നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട്, മാനസികമായിട്ട് തകർക്കാൻ വേണ്ടിയിട്ട്. അപ്പം നന്ദൻ അതിൽ തകർന്നു പോയി, അതാണ് അതിൻ്റെ. അപ്പോൾ പക്ഷെ ആക്ച്വലി ഇതിലിപ്പോൾ ഇതിൽ ഒരു ഓരോ സീസൺ വില്ലന്മാരാണ്. ഇതിൽ ഫസ്റ്റ് തുടക്കത്തിൽ കിഷോറേട്ടനായിരുന്നു. നമ്മുടെ കിഷോറേട്ടൻ അറിയില്ല, ഓരോ വർഷങ്ങളായിട്ട് സീരിയൽ ഇൻഡസ്ട്രിയിലുള്ള ആളാണ്. പുള്ളിയാണ് വില്ലനായിട്ട് വന്നത്. പിന്നെ അത് ഒരു ടൈം മാറി, പുള്ളി മാറി. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മറ്റേ രശ്മി ചേച്ചി വന്നു. രശ്മി ചേച്ചി, അതേപോലെ ഹരിശാന്ത് ഏട്ടൻ, ഐശ്വര്യ എൻ്റെ അമ്മ. ഐശ്വര്യ മാഡം എൻ്റെ അമ്മയാണ്. അതൊരു നെഗറ്റീവ് ഷെയ്ഡിലാണ് ആദ്യം കാണിച്ചതെങ്കിലും നെഗറ്റീവ് അല്ല, അത് അമ്മക്ക് അമ്മയുടെ ഭാഗത്തു നിന്നുള്ളൊരു ഇതുണ്ടല്ലോ. ആക്ച്വലി അവർ പോസിറ്റീവ് വരെയാണ്, വളരെ പോസിറ്റീവായ ക്യാരക്ടറാണ്. അപ്പോൾ രശ്മി ചേച്ചി വന്നു ഒരു നെഗറ്റീവ് ഷെയ്ഡായിരുന്നു. പക്ഷേ രശ്മി ചേച്ചിയുടെ ഇത് മാറി. ഹരിശാന്തേട്ടൻ വന്നു, ത്യാഗരാജൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തു, അത് മാറി. അത് മാറി വെച്ചാൽ ഇവരൊക്കെ വില്ലന്മാർ തന്നെയാണ്. രശ്മി ചേച്ചിയുടെ മോനായിട്ട് ഋഷി ചെയ്യുന്നു, ദേവദേവൻ ചെയ്യുന്നു. പക്ഷെ അവരൊന്നും ഒരു കൊടൂര വില്ലന്മാരൊന്നും അല്ല, അതാണ് മെയിൻ. ഇവർക്കൊക്കെ എപ്പോഴും പോസിറ്റീവ് ആവാം. ഓക്കെ, മനസ്സിലായല്ലേ? അപ്പം നിലവിൽ ഈ പറയുന്ന ഋഷിയും അല്ല, അപ്പോൾ ഈ എപ്പിസോഡ്സ് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഋഷിയും അല്ല, ഈ ഇസബെല്ല, കെവിൻ, റനീഷ ചെയ്യുന്ന കഥാപാത്രം, അല്ലെങ്കിൽ അരുൺ ചെയ്യുന്ന ക്യാരക്ടർ, കെവിൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, ഇവരാണ് ശരിക്കും പറഞ്ഞ പാരകൾ. ഇവർക്കാണ് പ്രശ്നം. ഇവരത്ര വീര്യം കൂടിയ ആളല്ല ഋഷി. അവൻ്റെ ഉള്ളിൽ നന്മയൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? ഇതിനേക്കാളും കൂടുതൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റൂല. ഓക്കെ, സീരിയൽ കണ്ട പ്രതീതി ഉണ്ട് കേട്ടോ. ഏകദേശം കഥയൊക്കെ മനസ്സിലായിരിക്കുന്നു. ഇനി അടുത്ത ആളെ വിളിക്കുമ്പോൾ പിന്നെ കഥ പ്രത്യേകിച്ച് ചോദിക്കണ്ട. ഓക്കെ. ഇനി തിരിച്ച് വരികയാണെങ്കിൽ തേന്മാവിൻ കൊമ്പത്തല്ലേ, സൂര്യ TV-യിലെ ഈ ആ സീരിയലാണെങ്കിൽ അർജുന കഥാപാത്രമാണ് ചെയ്യണത്. ഇതിലൊന്നും ചെയ്യാൻ പറ്റാത്ത ഇതാണെങ്കിൽ അതൊക്കെ തീർക്കുന്നത് എനിക്കൊന്നും സൂര്യ TV-യിലെ ഈ കഥാപാത്രത്തിലാണ്, അർജുൻ. അങ്ങനെയൊന്നുമല്ല, തീർക്കുന്നതൊന്നുമല്ല. അപ്പം നമുക്ക് കിട്ടുന്ന ഇപ്പം നമുക്ക് സിനിമ ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പടം ചെയ്യുന്നു, ഒരു കഥാപാത്രം, ഒരു 2 മാസത്തെ ഷൂട്ട്, 3 മാസത്തെ ഷൂട്ട്, അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ ഒരു 2 മാസം കഴിയുമ്പോഴേക്കും നമുക്ക് വേറെ പ്രൊജക്റ്റ്, അതിൽ വേറെ ക്യാരക്ടർ ആയിരിക്കും. ഒരു വർഷം തന്നെ ദൈവാനുഗ്രഹം കൊണ്ട് 2-3 പ്രൊജക്ട്സ് പടങ്ങൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം പക്ഷേ സീരിയൽ പൊതുവെ കണ്ടുവരുന്ന കാര്യം എന്താ വെച്ചാൽ, ഒരു സീരിയൽ നമ്മൾ ചെയ്യുന്നു, ഒരു ക്യാരക്ടർ ചെയ്യുന്നു, ആ സീരിയൽ നമ്മുടെ ഭാഗ്യം കൊണ്ട് ചിലപ്പോൾ ഒരു 1-2 വർഷം പോവും, 500 എപ്പിസോഡ് പോവും, 1000 എപ്പിസോഡ് പോവും, ഒരേ ക്യാരക്ടറാണ്. അപ്പോൾ ഒരു ഭാഗത്ത് നമുക്ക് സന്തോഷമുണ്ട്, വളരെ സന്തോഷമാണ്. നമ്മുടെ സീരിയൽ ആൾക്കാർ ഏറ്റെടുത്തുകൊണ്ടാണ് അത് അത്രയും ഹിറ്റായിട്ട് ഇത്ര എപ്പിസോഡ്സ് മുമ്പോട്ട് പോകുന്നത്. ചാനലിൽ നിന്ന് നല്ല അഭിപ്രായമുണ്ട്. നേരെ മറിച്ച് ആസ് ആൻ ആക്ടർ നമ്മൾ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത ആൾക്കാരുണ്ടാവും, ഒരിക്കൽ പോലും ചിന്തിക്കാത്ത ആൾക്കാരുണ്ടാവില്ല. എന്താ വെച്ചാൽ, എനിക്ക് വേറൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഇതിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ ഞാനും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ സീരിയലിൻ്റെ ഒരു ഇത് കാരണം നമ്മളിപ്പോൾ ഒരു ചാനൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അധികം വേറൊന്നും ചെയ്യാൻ പറ്റൂല.
അതെ. അത് കുറച്ച് പ്രശ്നമുണ്ട്. പക്ഷെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അത് ഈ ഡേറ്റിൻ്റെ ക്ലാഷ് കാരണം അല്ലെങ്കിൽ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ ഇപ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തേന്മാവിൻ കൊമ്പത്തിൻ്റെ ഓഫർ എനിക്ക് വന്ന സമയത്ത് ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ ഇതിൻ്റെ ഡയറക്ടർ ഫൈസൽ സാറിനോടാണ് ഫസ്റ്റ് ഞാൻ പറഞ്ഞത്. കാരണം തേന്മാവിൻ കൊമ്പത്ത് വരുന്നതിന് മുന്നേ എനിക്ക് വേറെ ഓഫേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയം നമ്മുടെ സീരിയൽ സുമോദേവി ലൈവായിട്ട് പോയിക്കൊണ്ട ടൈമാണ്. 1000 എപ്പിസോഡ്സ് ആയിട്ടില്ല. അപ്പോൾ ആവുന്നൊരു സമയമായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 1000 എപ്പിസോഡ്സ് ആകുമ്പോൾ കമ്മിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയത്ത് എനിക്കിത് വന്നു, സൂര്യ ടി വിയിൽ വന്നപ്പോൾ ഞാനത് സംസാരിച്ചപ്പോൾ വേറൊരു കുഴപ്പമില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഡേറ്റ്സിനെയും നമ്മുടെ ചാനലിനെയും കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാം ഓക്കെ ആണെങ്കിൽ നീ ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെയ്തു. അപ്പോൾ ഞാൻ ഹാപ്പിയാണ്. കാരണം ഒരു സൈഡിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്, കുറച്ച് സൈലൻ്റ് എന്ന് വെച്ചാൽ ഒരു പാവം ഇതുള്ള ക്യാരക്ടർ. മറു സൈഡിൽ ഇതിൻ്റെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അതെ, ആക്ച്വലി ഫ്ലവേഴ്സ്, സൂര്യ ടി വി അതുപോലെ നല്ല നല്ല പ്ലാറ്റ്ഫോമിൽ ഹീറോ ആയിട്ടാണല്ലേ എൻ്റർ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പം അടുത്തതായിട്ട് ചെയ്യാൻ ഒരാഗ്രഹമുള്ള ക്യാരക്ടർ എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? വില്ലനായിട്ടോ ഒരു കൊമേഡിയൻ ക്യാരക്ടർ? വില്ലൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ സൂര്യ ടി വിയിൽ ഞാൻ ചെയ്യുന്നത് അത്യാവശ്യം കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ഉള്ള ക്യാരക്ടറാണ്. അത്യാവശ്യം ഉടായ്പൊക്കെയുള്ള ഉടായ്പും ഇതൊക്കെയുള്ള പണ്ടത്തെ പടങ്ങളിലെ മുകേഷ് ഏട്ടൻ, ദിലീപ് ഏട്ടനൊക്കെ പോലെ കുറച്ച് ഉടായ്പും കാര്യങ്ങളൊക്കെ ഉള്ള, എന്നാൽ നല്ലതാണ്, പാവമാണ്, പക്ഷെ കുറച്ച് വികൃതികളൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. യഥാർത്ഥ ജീവിതത്തിൽ വികൃതിയുള്ള ആളാണ്? അയ്യോ പാവല്ല, ഞാൻ ഇന്ന് കണ്ടറിയില്ലേ പാവം. കണ്ടാലറിയുന്നല്ലേ? പിന്നെ കണ്ടാലറിയാം. ഞാൻ പേഴ്സണൽ ലൈഫിലോട്ട് വരുന്നതിന് മുന്നേ ഞാൻ ചോദിക്കട്ടെ, ഈ വെബ് സീരീസും മൂവീസൊക്കെ ചെയ്തിട്ടാണ് ഇതിലോട്ട് അല്ലേ ഇനീഷ്യലി വരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വപ്നം മൂവി ആയിരുന്നോ അതോ സീരിയലായിരുന്നോ? എന്തായിരുന്നു? അഭിനയിക്കുക എന്നാണ്. അപ്പോൾ ഞാൻ പഠിച്ചത് ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം. ഫസ്റ്റ് ഓഫ് ഓൾ സിനിമ തന്നെയാണല്ലോ, സിനിമ ചെയ്യണം ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഈ സിനിമയിലേക്ക് കയറുന്നതിന് മുന്നേ നമ്മൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് തന്നെ എന്തൊക്കെയോ ഷോർട്ട് ഫിലിംസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പലതും നമ്മൾ തന്നെ യൂട്യൂബിൽ ഇറക്കിയിട്ടുണ്ട്, പലതും ഇറങ്ങിയിട്ടില്ല, പുറം ലോകം കാണാതെ പോയിട്ടുണ്ട് അതൊക്കെ. പക്ഷെ അൾട്ടിമേറ്റ്ലി സിനിമയിൽ അഭിനയിക്കണം, നായകനാവണം എന്നല്ല, സിനിമയിൽ അഭിനയിക്കണം എന്നൊരു സംഭവം എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ അല്ലേ? സീരിയലിൽ ഇപ്പം നിലവിലുള്ള എല്ലാവർക്കും ഒരു ഫിലിം എന്നുള്ള ഒരു മോഹം ഉണ്ടാവും. ഓക്കെ, ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ഗേൾസ് ഒന്നും ഉണ്ടാവില്ല അല്ലേ? ഈ പഴയ ചോദ്യം അല്ല, ഞാൻ ചോദിക്കട്ടെ, മെക്കാനിക്കൽ ജെൻസി പിള്ളേരൊക്കെ ഇപ്പൊ അർമാദിക്കുന്ന സമയം അതിന്റെ മെക്കാനിക്കൽ അല്ല, CBSE പഠിച്ച, CBSE അല്ലേ സെൻട്രൽ സ്കൂളിലാണ് പഠിച്ചത്. ഈ CBSE പഠിച്ച ആൾക്കാരെ പൊതുവെ പറയണ ഒരു ടേം ഉണ്ട്, അതിനോട് എതിരില്ലേ? എനിക്ക് ആരെങ്കിലും പറയണമെന്നുണ്ട്, മൊണ്ണകൾ എന്ന് വിളിക്കാറുണ്ട്. CBSE ഞാൻ അത് തന്നെ, അതിന് പറയൂ, അങ്ങനെ പറയാൻ പാടുണ്ടോ? ഞാൻ CBSE. ഈ പറയുന്ന മൊണ്ണകൾ CBSE ആണെങ്കിലും സ്റ്റേറ്റിലാണെങ്കിലും മൊണ്ണകൾ ഉണ്ടാവും, അതുപോലെ വിളവന്മാരും ഉണ്ടാവും, അത് വേറെ കാര്യം. ഇനി നമുക്ക് ഫാമിലി ലൈഫിലോട്ട്, എന്താണ് ഫാമിലിയെ കുറിച്ച് പറയാനുള്ളത്? റിയൽ ലൈഫിലെ വൈഫും തമ്മിൽ. റിയൽ ലൈഫ് മെയിൻലി ഇപ്പോൾ വൈഫിൻ്റെ പേര് ആതിര എന്നാണ്. അവള് എന്താ പറയാ, സൈബർ സെക്യൂരിറ്റി ആണ്. സൈബർ സെക്യൂരിറ്റി അറിയാലോ? എനിക്കറിയാം, എന്റെയും സൈബർ സെക്യൂരിറ്റിയാണ്. ഞാനും എന്റെ പ്രോജക്റ്റ് സൈബർ, അതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചത്. സൈബർ സെക്യൂരിറ്റി വിത്ത് എത്തിക്കൽ ഹാക്കിംഗ്. എന്താ പറയാ, ഒരേ സമയം വളരെ ബുദ്ധിജീവിയായിട്ടും ഒരേ സമയം ഇതാരാ എന്ന് നമുക്ക് തോന്നിക്കുന്ന രീതിയിലുള്ള ക്യാരക്ടറായിട്ടും. അതായത് വേറൊന്നല്ല, നമ്മുടെ അവളെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും കാണുമ്പോൾ നമ്മൾ ബ്രേക്കുള്ള ദിവസങ്ങളിലൊക്കെ ഇവളിങ്ങനെ സിസ്റ്റത്തിന് മുമ്പിൽ നിന്ന് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് കാണാം, ക്ലയൻസുമായിട്ട് സംസാരിക്കുന്നത് കാണാം. പെട്ടെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര സീരിയസ് ആയിട്ട് മൂഡിലായിരിക്കും. ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ പാട്ടും പാടിക്കൊണ്ട് നടക്കുന്നതാണ്. ഞാൻ എന്താ ആരത് എൻ്റെ അടുത്ത് വന്നിട്ട് ചായ വേണോ എന്നൊക്കെ ചോദിക്കും. ഞാൻ ചായ വേണം എന്നൊക്കെ നേരെ അടുക്കളയ്ക്ക് ചായ എടുക്കാൻ വേണ്ടി പോകും. പെട്ടെന്ന് അവിടുന്ന് കോള് വരും, നേരെ ആൾ അന്യൻ റമോ അമ്പിയൊക്കെ ഉണ്ടല്ലോ. ആക്ച്വലി നമ്മൾ ഈ IT ഫീൽഡ് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും 2 ജോബൊക്കെ ഉള്ള സമയത്ത് അങ്ങനെ ആയി പോകും. ചായ എടുക്കാൻ പോയാൽ പിന്നീട് നേരെ പോയിട്ട് എന്താ. പക്ഷെ സൈബർ സെക്യൂരിറ്റി ആണ് കേട്ടോ, സൂക്ഷിച്ചിരുന്നോ? എന്താ അങ്ങനൊക്കെ പറയുന്നത്? സൈബർ സെക്യൂരിറ്റി, എത്തിക്കൽ ഹാക്കിംഗ്. ഹാക്ക് ചെയ്ത് അറിയാൻ പോലും പറ്റില്ല. ഫോണൊക്കെ നോക്കാറുണ്ടോ? എന്തെങ്കിലും ചോദിക്കാറുണ്ടോ? ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് അറിയാം.
അത് എന്തിനാ കുഴപ്പമില്ല. ചോദിക്കുന്ന ഒക്കെ കിട്ടുന്നുണ്ട്. ലാപ്പ് എന്ത് നോക്കുന്ന വിചാരം ജോലി മാത്രമാണെന്നാണോ? ആ. എല്ലാത്തിന്റെ അല്ല, കോപ്പി അവിടെ ഇത് ഉണ്ടാവും. നോക്കിക്കഴിഞ്ഞാല് പട്ടിണി കിടന്ന് ചാവേണ്ടി വരും. ഇത് അതെന്താ? ഇത് നോക്കി ആരും ശമ്പളം കൊടുക്കൂല. എന്നെ നോക്കട്ടെ. നമ്മളൊക്കെ അങ്ങനത്തെ നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല എന്നല്ലേ? കുഴപ്പമൊക്കെ ഉണ്ട്, പക്ഷെ നോക്കുന്നതിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഐശ്വര്യ ചേച്ചിയെ പോലെ ഒരു സീനിയർ ആക്ടറിന്റെ കൂടെ, ഉം. അതായത് മൂവീസിലൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ ചേച്ചി സീരിയലിലോട്ട് വരുമ്പോൾ നമ്മൾ ചെറുപ്പത്തിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ ഇപ്പം സീരിയൽ വന്നതിന് ശേഷം കാണുമ്പം ആരെയും കിട്ടിയിട്ടില്ല ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടേക്ക് നമ്മള് എന്താ പറയാ, പണ്ട് ലാലേട്ടൻ്റെ കൂടെയൊക്കെ അല്ലേ, അതെ. പുള്ളിക്കാരെ എല്ലാവരോടും അഭിനയിച്ചിട്ടുണ്ട്. ലാലേട്ടൻ, മമ്മൂക്ക, ജയറാമേട്ടൻ, സുരേഷ് ഗോപി സാർ, എല്ലാവരും ഈ സൂപ്പർ സ്റ്റാർസിൻ്റെ കൂടെ ഒക്കെ അഭിനയിച്ച ഒരു ഹീറോയിൻ. നരസിംഹം പോലൊരു ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചൊരു പടത്തിൽ നമുക്ക് ആ അനുരാധ എന്താ മോളെ അനുധാരെ എന്നൊക്കെ അത് ഇപ്പോഴും അനുതാരല്ല, അനുരാധ. അനുധാരെ എന്നാണ് ചോദിക്കുന്നത്. എന്താ മോളെ അനുധാരെ പെരുവഴിയായ പടമൊന്നും കാണാറില്ലേ? കാണാറുണ്ട്. കാണാറൊക്കെ ഉണ്ട്. ഞാൻ ഡയലോഗ് ചേർന്ന് ഞാൻ പരീക്ഷിച്ചതാണ്. ക്യാമറമാൻ. അവൻ അങ്ങനെയൊക്കെ കാണിക്കും. അപ്പം അങ്ങനെ ഒരാളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നതിന് നമുക്കൊരു വലിയൊരു സന്തോഷം, അല്ലെങ്കിൽ ഒരു പ്രിവിലേജ് ആയിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്. ഒരുപാട് സന്തോഷമാണ്. എൻ്റെ അമ്മ വേഷത്തിൽ ചെയ്യുന്നു. എനിക്ക് അഭിമാനത്തോടെ ഞാനിത് പറയാറുണ്ട്. നരസിംഹത്തിലെ ആളാണ് എൻ്റെ അമ്മ. കാണ് ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ പുള്ളിക്കാരെ അഭിനയിച്ച പടങ്ങളിലെ പാട്ടൊക്കെ ഹിറ്റാണ്. ഇപ്പോൾ വാവാ മനോരഞ്ജിനി ആണെങ്കിലും, അതെ, അല്ലെങ്കിൽ നരസിംഹത്താണെങ്കിലും, പ്രജ, ഈ പാട്ടുകളൊക്കെ നമുക്ക് ഇത് കാണുമ്പോൾ ഓക്കെ, ഇപ്പം എൻ്റെ കൂടെ ആരോ ഉണ്ടെങ്കിൽ എൻ്റെ മമ്മിയാണ് ആ രീതിയിൽ പറയുമ്പോഴുള്ള നമ്മൾ സന്തോഷമുണ്ടല്ലോ. നമ്മൾ ഭയങ്കര സപ്പോർട്ടീവായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ് ലൊക്കേഷനിലാണെങ്കിലും. ഇപ്പൊ ഈ സീരിയൽ ഇൻഡസ്ട്രിയിൽ പല ആൾക്കാരും വരുമ്പോൾ പറയാറുണ്ട് അവർക്ക് ഡേറ്റ് ക്ലാഷസ് ഉണ്ടാവാറുണ്ട്. ഇവിടുന്ന് എന്താ നമ്മൾ ഈസിലി റീപ്ലേസബിൾ ആണെന്ന്. പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഈസിലി റീപ്ലേസബിൾ ആണ്, നമ്മൾക്ക് ചാൻസസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. സപ്പോസ് നമ്മളൊരു ഡേറ്റ് കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഈസിലി റീപ്ലേസ് ചെയ്തിട്ട് പുതിയ ആൾക്കാരെ പ്ലേസ് ചെയ്യും. എനിക്ക് പേഴ്സണലി ഇങ്ങനെ സംഭവം വന്നിട്ടില്ല. പിന്നെ വേറെ കാര്യം, ചെറിയൊരു നാണയത്തിന് രണ്ട് വശമുണ്ടെന്ന് പറയുന്ന പോലെ എന്നെ റീപ്ലേസ് ചെയ്തെന്ന് ഒരാൾ പറയുമ്പോൾ രണ്ട് റീസൺസ് ഉണ്ടാവും. ഒന്നുകിൽ പുള്ളിയെ എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു റീസൺ കൊണ്ട് പുള്ളിയെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ആ റീസൺ പുള്ളിയുടെ ഭാഗത്താണോ ന്യായം, അതോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഭാഗത്താണോ ന്യായം നമുക്കറിയില്ല. നമ്മൾ രണ്ട് വശം കേട്ടാൽ മാത്രം നമുക്ക് മനസ്സിലാവും. ആർട്ടിസ്റ്റ് പറയുന്നത് എല്ലാം ശരിയാണെന്നും, അല്ലെങ്കിൽ ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ചാനൽസ് അവരുടെ ഭാഗത്ത് തെറ്റാണെന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ചിലപ്പോൾ അതായിരിക്കാം ശരി, ഇത് തെറ്റായിരിക്കാം, ഇത് ശരി അത് തെറ്റായിരിക്കും, എന്തും ആവാം. അപ്പോൾ രണ്ട് അല്ല പെട്ടെന്ന് റീപ്ലേസബിൾ അങ്ങനെയൊന്നുമില്ല. എല്ലാത്തിനും ഒരു എത്തിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം വളരെ സ്നേഹത്തോടെയാണ് എല്ലാ ലൊക്കേഷൻസിലും ഇതൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ സിനിമ ലൊക്കേഷനിലാണെങ്കിലും എല്ലാ ഫീൽഡിലാണെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവില്ലേ? നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന ചാനൽ ഇങ്ങനത്തെ നമ്മുടെ മില്ലേനിയത്തിലാണെങ്കിലും എത്ര സ്നേഹത്തോടെ പോകുന്നതാണെങ്കിലും ചെറിയ കുഞ്ഞു വിഷമങ്ങൾ, പരാതികൾ അല്ലേ, പരിഭവങ്ങൾ അതൊക്കെ ഉണ്ടാവില്ലേ? മനുഷ്യന്മാരല്ലേ? അപ്പോൾ കുഞ്ഞു പരാതിയിൽ നിന്ന് ചിലപ്പോൾ വലിയ ഇഷ്യൂസ് ഉണ്ടാവാം. ഏതൊരു ഫേമിലാണെങ്കിലും, ഒരു IT ഫീൽഡിലാണെങ്കിലും എല്ലായിടത്തും ഉണ്ടാവുമല്ലോ ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ സിനിമ സീരിയൽ മാത്രമല്ല അത്. പക്ഷെ സിനിമ സീരിയൽ എന്ന് പറഞ്ഞ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കുറവാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ബിക്കോസ് നമുക്ക് ഇത്ര ഡേറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ അത്ര മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, അല്ലേ? അപ്പോൾ ആ ഒരു ഡേറ്റ്സ് മാറുന്ന സമയത്ത് പല ആൾക്കാരുടെ ഭാവി ഇത് മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ, ഇപ്പം ഡേറ്റ്സ് കുറവാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഫിനാൻഷ്യലി ഭയങ്കര സ്റ്റക്ക് ആവും. ഇപ്പം ഇവിടെ മുന്നേ നമ്മുടെ ചാനൽ തന്നെ വന്നിട്ടുള്ള ഒരു സീനിയർ ആക്ടർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇപ്പം നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പല സെറ്റിൽ നിന്നും നമ്മുടെ ഒരു സജഷൻ പറയുകയാണ്. ഇപ്പോൾ ഫുഡിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ അവരുടെ ഡേറ്റ്സ് വെട്ടിക്കുറയ്ക്കുക, അല്ലെങ്കിൽ നെക്സ്റ്റ് ആളെ നോക്കുക. ഇതുപോലത്തെ സീൻസ് ഉണ്ടായിട്ടുണ്ടെന്ന് വരുന്ന ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രയാൻ്റെ അടുത്ത് ചോദിച്ചത്, ആരെങ്കിലും പേഴ്സണലി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇത് ഒന്നുകൊണ്ട് മാത്രം നമുക്കൊന്നും ചെയ്യാൻ പറ്റുള്ളൂ, ഈ വർക്ക് കൊണ്ട് മാത്രം അൺസ്റ്റേബിൾ ആണ് അങ്ങനെ. അതെ, അതൊരു അൺസ്റ്റേബിൾ ആണല്ല. ഇപ്പോൾ സീരിയൽ എന്ന് പറയുന്നതിനെ കൊണ്ട് തന്നെ എത്രയോ വർഷങ്ങളായിട്ട് ഫാമിലി നോക്കുന്ന, എന്താ പറയുക, മക്കളെയൊക്കെ പഠിപ്പിച്ച് ജോലിയൊക്കെ ആക്കി കല്യാണം കഴിപ്പിച്ച് കൊടുത്ത ആർട്ടിസ്റ്റുകളടക്കമുണ്ട്. ശരിയാണ്, ഇന്നത്തെ കാലത്ത് നമുക്ക് ഇപ്പോൾ സീരിയൽ മാത്രമല്ല, നമ്മൾ ഏതൊരു എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഏതൊരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിലും ആ ഒറ്റൊരു മേഖല മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കാര്യമില്ല. നമുക്ക് എപ്പോഴും ഒരു പ്ലാൻ ബിയും കൂടി വേണം. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ മതി, എത്രയോ IT പ്രൊഫഷണൽസ് ജോബ് ക്വിറ്റ് ചെയ്തിട്ട് കൃഷിയിലേക്ക് ഇറങ്ങുന്നില്ലേ, മറ്റേ ഓട്ടോ ഓടിക്കാൻ പോകണല്ലേ. ഇപ്പോൾ ഇന്നാളൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, ബാംഗ്ലൂരിലെ ഒരു ലേഡി
IT അവരെന്ത് HR സംതിങ് ആയിരുന്നു. അവർക്ക് ഈ ഫ്രസ്ട്രേഷൻ കാരണം അവർ ജോബ് വിട്ട് അവരിപ്പോൾ ഊബർ ഓടിക്കുകയാണ്. 10,000-30,000 രൂപ ശമ്പളം ഉള്ളൂ. പക്ഷേ ഹാപ്പിയാണ്. അപ്പോൾ ഹാപ്പിനെസ് ആണ്. അപ്പോൾ നമ്മൾ അതെ. ഏതൊരു ജോലിയാണെങ്കിലും ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരു ജോലിയിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ആർട്ടിസ്റ്റ് ആണെങ്കിൽ കൂടെ ഞാൻ അതുകൊണ്ടല്ല അൺസ്റ്റേബിൾ എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. നമുക്കൊരു ബിസിനസ് അല്ലെങ്കിൽ നമുക്കൊരു പ്ലാൻ ബി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവണം. അതെ. പക്ഷേ അപ്പോൾ സീരിയലിലെ പൊളിറ്റിക്സ് പ്രേംനെ ബാധിച്ചിട്ടില്ല എന്ന് വേണോ പറയാൻ? എല്ലായിടത്തും പൊളിറ്റിക്സ് ഉണ്ട്. അറിഞ്ഞോ അറിയാതെ നമ്മൾ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടുണ്ടാവാം. പക്ഷേ നമ്മളതൊക്കെ ഓവർകം ചെയ്തേ പറ്റൂ. സീരിയലിൽ പൊളിറ്റിക്സ് എനിക്ക് പ്രഥമ ദൃഷ്ട്യാ എന്നെ ഭയങ്കരമായിട്ട് എന്നെ ഹേർട്ട് ചെയ്ത സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പക്ഷേ ഇപ്പം ഞാൻ സീരിയലിൽ വരുന്നതിന് മുന്നേ ഞാൻ വേറെ കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഉം. ആ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടുണ്ട് ഞാൻ. മനസ്സിലായില്ലേ? അപ്പം അതിൽ കാര്യമൊന്നുമില്ല. അതൊക്കെ നല്ലതും മോശവും നമ്മളെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക. അതെ. അപ്പോൾ അതിങ്ങനെ സംഭവം വന്നു കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധിപരമായിട്ട് നീങ്ങുക. അത്രേ ഉള്ളൂ കാര്യം. അല്ല നമ്മളെ ആഗ്രഹത്തിന് അനുസരിച്ചിട്ടല്ലല്ലോ എല്ലാ മനുഷ്യന്മാരും ജീവിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞു ഐശ്വര്യ ചേച്ചിയാണെങ്കിലും രശ്മി ചേച്ചിയാണെങ്കിലും ഈ സീനിയർ ആക്ടേഴ്സിൻ്റെ അടുത്തുനിന്ന് നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത് ഈ സുഗമോദേവി സെറ്റിൽ നിന്ന്. പക്ഷെ പലർക്കും സീനിയർ ആക്ടേഴ്സിൻ്റെ അടുത്തുനിന്ന് മോശം അനുഭവം കിട്ടിയിട്ടുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റിന്. ഇവിടെ വന്ന വൺ ഓഫ് ദ ആർട്ടിസ്റ്റ് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അതുപോലുള്ള സമയത്ത് പേഴ്സണലി അവരെ സപ്പോർട്ട് ചെയ്താൽ അവസരം നഷ്ടമാകുമെന്ന് ഓർത്തിട്ട് സപ്പോർട്ട് ചെയ്യാതിരുന്നിട്ടുണ്ടോ? അല്ല ഞാനങ്ങനെ എനിക്ക് എന്താണോ ജെന്യുവനായിട്ട് തോന്നുക അതിൻ്റെ കൂടെ ഞാൻ നിൽക്കും. അപ്പോൾ എന്നോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരുടെ ഭാഗത്താണ് ശരിയെങ്കിൽ അവരുടെ ഭാഗത്ത് ഞാൻ നിൽക്കും. അല്ലാതെ ഞാൻ തെറ്റ് ചെയ്ത ഒരാളുടെ ഭാഗത്ത് നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എക്സാക്ട്ലി. ഇവിടെ തൊട്ട് മുന്നേ വന്ന നമ്മുടെ ആർദ്രദാസിൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. പല ഇൻഡസ്ട്രിയിൽ നിന്നും ബാൻ ചെയ്തു, ഒരുപാട് വിഷമമുണ്ടായി. നമുക്ക് നല്ലൊരു ആർട്ടിസ്റ്റ് ആണല്ലോ, ഒരുപാട് നല്ല കഥാപാത്രം ചെയ്തതാണ്. അപ്പോൾ കൂടെയുള്ള കോ ആക്ടേഴ്സിൻ്റെ സപ്പോർട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പം സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും സുഗമോദേവിയിലാണ് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴതല്ലാതെ വേറെ സെറ്റിൽ നിന്ന് മനഃപൂർവ്വം ആൾക്കാർ സപ്പോർട്ട് ചെയ്യാതെ പുള്ളിക്കാരത്തെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സപ്പോസ് അവസരം നഷ്ടപ്പെടുമെന്ന് ഓർത്തിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആക്ടേഴ്സൊക്കെ ഒറ്റക്കെട്ടായിട്ടല്ലേ നിൽക്കേണ്ടത് എന്ന് തോന്നിയിട്ടില്ലേ? ബിക്കോസ് നാളെ നമ്മൾക്കും വരാം. ആക്ടേഴ്സ് ഇപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു സീനിയർ ആർട്ടിസ്റ്റിൻ്റെ അടുത്താണെന്ന് പറഞ്ഞു അല്ലേ. അവർ തമ്മിലൊരു ഇഷ്യൂ നടന്നു. പക്ഷേ ആ സീനിയർ ആർട്ടിസ്റ്റ് എനിക്ക് ആർദ്രനെ എനിക്ക് പേഴ്സണലി അറിയാം, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട്. പുള്ളിക്കാരി ഈ പറയുന്ന സീനിയർ ആർട്ടിസ്റ്റ് പുള്ളിക്കാരി എനിക്ക് പേഴ്സണലി അറിയില്ല. ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടില്ല. അറിയാം, ചിലപ്പോൾ ഞങ്ങൾ പരസ്പരം കണ്ടാലറിയാം, ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ ഞാനിപ്പോൾ നേരത്തെ എക്സാമ്പിൾ എന്താ പറഞ്ഞത്, എൻ്റെ കൂടെ ഉള്ള ആൾക്കാർ ഇപ്പോൾ രണ്ട് പക്ഷം ഉണ്ടെങ്കിൽ എനിക്കും കേട്ടിട്ട് ഓക്കെ എനിക്ക് തോന്നണം പുള്ളിക്കാർ പറയുന്നതാണ് കറക്റ്റ്, അതാണ് കറക്റ്റ്. അപ്പോൾ ആർദ്ര പറഞ്ഞത് ചിലപ്പോൾ ശരിയായിരിക്കാം, ഓക്കെ. പക്ഷേ ഇതിൽ ഞാൻ ഏകപക്ഷീയമായിട്ട് അഭിപ്രായം പറയാനോ ഇതാക്കാനോ ഞാൻ ആളല്ല. അല്ലേ. ഇപ്പം നാളെ എനിക്കൊരു ഇത് വന്നു കഴിഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ എന്നെ കുറ്റം പറയുന്ന ആൾക്കാരാണ്. ഈ കുറ്റം പറയുന്ന ആൾക്കാർ ചിലപ്പോൾ ഒരു പക്ഷേ എന്നെ മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കും പറയുന്നത്. അപ്പം നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്ന പറഞ്ഞിട്ട് കാര്യമല്ല. ഞാൻ ഓക്കെ, ഞാൻ ഇതാണ് ഫാക്റ്റ് എന്ന് ഞാൻ കാണിച്ചു കൊടുക്കുക, പ്രൂവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടും അവർ നമുക്കെതിരെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, അതൊരു ഈ പറയുന്ന പോലെ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാം. അത്രേ ഉള്ളൂ. ഓക്കെ. ഇനി ഫൈനലി ചോദിക്കാണ്, എല്ലാവർക്കും ഒരു പ്ലാൻ ബി ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. ഒരു പക്ഷേ ഈ ആർട്ടിസ്റ്റ് ആയിട്ടില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ഞാനിപ്പോൾ ദുബായിൽ ജോബ് ബേസ്ഡ് ആയിട്ട് വിസയും കാര്യങ്ങളൊക്കെ വന്നാണ്. അപ്പോൾ ആ വിസ വന്നിട്ട് ഞാൻ ജോലിക്ക് ഞാൻ പോവാം എന്ന് പ്ലാൻ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ സിനിമ നമുക്ക് പറ്റിയ പണിയൊന്നുമല്ല പരിപാടി. ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞതാണ് നമുക്ക് പറ്റിയ പരിപാടിയാണെന്നല്ല, വിടാം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഞാനൊരു ഡബ് സ്മാഷ്, പണ്ട് ഡബ് സ്മാഷ് എന്ന സംഭവം ഉണ്ടായിരുന്നല്ലോ. അതിനുശേഷമാണ് ടിക്ടോക്ക് വന്നു, പിന്നെ റീൽസ് വന്നു, അങ്ങനെയൊക്കെ മ്യൂസിക്കലി റീൽസ് അങ്ങനെ വന്നതാണല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഫസ്റ്റ് ഒരു ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഡബ് സ്മാഷാണ്. ഡബ് സ്മാഷിൽ ഞാനൊരു വീഡിയോ ചെയ്തു. അതിനും ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊന്നും വലിയ മെച്ചമൊന്നുമുള്ളതായിരുന്നില്ല. അതിനുശേഷം ഡബ് സ്മാഷ് ലാസ്റ്റ് ഒരു വീഡിയോ എന്ന രീതിയിൽ ഞാൻ ചെയ്തു. ആ വീഡിയോ ഇന്ന് ഞാൻ കാണുമ്പോൾ എനിക്ക് ഇതായിരുന്നു ഞാൻ ചെയ്തതെന്ന് എനിക്ക് തോന്നിപ്പോകും. പക്ഷേ ആ വീഡിയോ കയറി ഹിറ്റടിച്ച് അന്ന് അത് ഫേസ്ബുക്കിലൊക്കെ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 2.5-3 മില്യൺ ആൾക്കാർ അന്ന് കണ്ട് വൻ റീച്ചൊക്കെ ആയി. ഞാൻ എന്താ പറയുക, ഭയങ്കര സന്തോഷമുള്ളൊരു സംഭവമായിരുന്നു. അപ്പം ഞാൻ അതിന് ശേഷം എന്താണെന്ന് നമുക്കറിയില്ല, അതൊരു കിടിലൻ മൊമെൻ്റ് ആയിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. 2 ദിവസം കഴിയുമ്പോഴേക്ക് എനിക്ക് ഫേസ്ബുക്കിലൂടെ എനിക്ക് ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വന്ന്
സൂര്യയെ പോലെ ഉണ്ടെന്ന് ആർക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൂര്യ പോലെയാ? ആ. ഇത് ഞാൻ പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എയറിൽ പോയത്. അല്ല, പറഞ്ഞിട്ടുണ്ടോ? ഏത് സൂര്യ? മറ്റേ തമിഴിലെ സൂര്യ? അതെ അതെ. ഞാൻ തന്നെ പറയാറുണ്ട് കണ്ണാടി നോക്കിയിട്ട്. അല്ല, ഞാൻ ചെയ്ത ഒരു ആൽബം ഉണ്ട്. അപ്പോൾ ആ ആൽബത്തിന് താഴെ വന്നിട്ട് പലരും ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഉണ്ട്, അതുപോലെ ഉണ്ട്. ഞാൻ പറഞ്ഞ പ്രശ്നമാവും. അല്ല, ഞാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആക്ടറാണ് സൂര്യ. ഓക്കെ. അപ്പോൾ ആരെങ്കിലും പറയുമ്പോൾ നമുക്ക് സന്തോഷമാണല്ലോ. മേ ബി എന്തെങ്കിലും ഒരു പൊടിക്ക് എന്തെങ്കിലും ചെറിയ സാധനം ഉണ്ടെന്ന് പറയുന്നത് ഹാപ്പിനെസ് അല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. റിയൽ ലൈഫിൽ ദേഷ്യക്കാരനാണോ അതോ എല്ലാം ഭയങ്കര സിമ്പിൾ ആയിട്ട് എടുക്കുന്നത്? ഞാൻ വളരെ സിമ്പിളായിട്ട് എടുക്കുന്ന ഒരാളല്ല, ഭയങ്കര ദേഷ്യക്കാരനാണ്. ഈ ഭാര്യക്ക് പൊസസീവ്നെസ് ഒക്കെ വരുമോ ഈ പിന്നെ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള കെമിസ്ട്രി കാണുമ്പോൾ? പൊസസീവ്നെസ് എന്ന് ഞാൻ പാര വെക്കണ്ടെന്നൊക്കെ ഓർത്തിട്ട് നേരെ പോകരുത്. ഇല്ല, പാരമല്ല. പൊസസീവ്നെസ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഉണ്ടാവും. അതിപ്പോൾ എങ്ങനെ ഇങ്ങോട്ടായാലും അങ്ങോട്ടായാലും അതൊക്കെ ഉള്ള കാര്യം തന്നെയാണ്. അതില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താണ് അല്ലേ? അപ്പോൾ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തിയുമായിട്ട് കാര്യം വരുമ്പോൾ നമുക്ക് പൊസസീവ്നെസ് ഉണ്ടാവും. അതിപ്പോൾ ഹസ്ബൻഡോ വൈഫോ ലവറോ അല്ലെങ്കിൽ ഫ്രണ്ടോ ബ്രദറോ സിസ്റ്ററോ അച്ഛനോ അമ്മയോ എന്തോ ആയിക്കോട്ടെ. അപ്പൊ ആർട്ടിസ്റ്റിന്റെ വൈഫ് ആയിരിക്കുമ്പോൾ ഒരു ഡബിൾ സ്ട്രോങ് ആയിരിക്കണം. കാരണം ആർട്ടിസ്റ്റിന് എപ്പോഴും അല്ലേ? ആർട്ടിസ്റ്റ് ഇപ്പം ഞാനിപ്പോൾ ഈ സീരിയലിൽ ചെയ്യുന്നതിന് മുന്നേ ഞാൻ കുറേ ഷോർട്ട് ഫിലിംസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതിൽ അടക്കം ഞാൻ കുറച്ച് എന്താ പറയുക, ഇൻറ്റിമേറ്റ് എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം കുറച്ച് ഓക്കെ പൊസസീവ്നെസ് തോന്നാം എന്ന രീതിയിലുള്ള സീൻസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, തോന്നിയിട്ടുണ്ട്. നീ എന്നോട് ഇത് പറഞ്ഞില്ലല്ലോ ഈ സീൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞിട്ട് ഉടക്കമൊക്കെ ആക്കിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം നമ്മളിത് അത് ഇനിയും ഉണ്ടാവും, അങ്ങോട്ടും ഇനിയും ഉണ്ടാവും. അഡ്വാൻസ് ആയിട്ട് പറയാൻ ലാലേട്ടൻ പറയുന്ന പോലെ സ്നേഹമല്ലേ മോളെ, സ്നേഹം അതെ, സ്നേഹമാണ്. അപ്പോൾ പുള്ളിക്കാരൻ നൈസാണ്, അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേ, ഇപ്പം നേരത്തെ തന്നെ വിളിച്ചൊരു ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഓർക്കുന്ന ആളാണ് ഞാൻ. പിന്നെ ഈ കാര്യങ്ങൾ എൻ്റെ ബർത്ത്ഡേ പോലും ഓർക്കാത്ത ആളാണ്. എപ്പോഴാ വൈഫിന്റെ ബർത്ത്ഡേ? എപ്പോഴാ അവളുടെ ബർത്ത്ഡേ December 12. റിയൽ വൈഫിന്റെ ബർത്ത്ഡേയോ? അവളുടേത് എന്നെ കൊറേ നേരമായിട്ട് ഇട്ടാക്കാണ്. അപ്പോഴാണ് ഞാൻ. എപ്പോഴാ ബർത്ത്ഡേ? മാർച്ചിലാണോ? അല്ല, ജൂലൈ. ജൂലൈ 29 25 അല്ലേ? എനിക്ക് പിന്നെ എന്റെ ബർത്ത്ഡേ മാത്രം ഓർത്താ മതി. ഇനി ഞാൻ മറക്കൂലട്ടാ. ജന്മദിനം ഞാൻ മറക്കൂല. ദ്രോഹിച്ചാളുടെ അല്ല, എനിക്ക് 2-3 ആൾക്കാരുടെ ഒന്നും ഓർക്കണ്ട. എനിക്ക് എന്റെ ജന്മദിനം മാത്രം ഓർത്താ മതി. 2-3 ബാക്കിയോ? ആര്? എനിക്ക് ആരുടെ ഓർക്കണ്ട, എന്റെ മാത്രം ഓർത്താ മതി. അതിനൊക്കെ എടുത്തു പറയുന്ന ആൾക്കാരെ ശ്രദ്ധിക്കണം കേട്ടാ. ഇത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. ഫൈസൽ അടിമാലി ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുണ്ടെന്ന് ഒരുപാട് ഈ പറയുന്ന കൂടെ അഭിനയിച്ച ആർട്ടിസ്റ്റ് ആണെങ്കിലും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് സാറിനെ കുറിച്ച്. സാറാണ് എൻ്റെ ഗുരുനാഥൻ. സാറ് ഈ സീരിയൽ ഇൻഡസ്ട്രിയിലേക്ക് എന്നെ കൊണ്ടുവന്നത് സാറാണ്, ഫൈസൽ സാറാണ്. ഇതിൻ്റെ വേറെ കോമഡി എന്താ വെച്ചാൽ, എനിക്ക് സാറിൻ്റെ തന്നെ ഒരു മുന്നേ സീ കേരളത്തിലൊരു വർക്കിൽ എന്നെ ഹീറോ ആയിട്ട് വിളിച്ചു. ഒരു കൊറോണ സമയമായിരുന്നത്. അപ്പോൾ ആ സമയം ഞാൻ സിനിമ മാത്രമേ ചെയ്യൂ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്ന ഒരു സമയം. അപ്പോൾ അതിൻ്റെ കൺട്രോളറായിരുന്നു എന്നെ വിളിച്ചത്. അപ്പം ഞാൻ ഇല്ല ഏട്ടാ ഞാൻ ചെയ്യുന്നില്ല, സീരിയൽ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിന് ശേഷം ഒരു വെബ് സീരീസും കാര്യങ്ങളൊക്കെ ചെയ്തു, സൈന മൂവീസിൻ്റെ. അത് ചെയ്തിട്ട് നമ്മൾ എറണാകുളത്ത് പോയി. സത്യം പറഞ്ഞാൽ ഒരു 5-6 ഫ്രണ്ട്സായിരുന്നു. ഈ 6 ഫ്രണ്ട്സ് കൂടി ഒരു ഫ്ലാറ്റ് എടുത്ത് താമസിക്കുന്നത്. നല്ല ദാരിദ്ര്യം പിടിച്ച സമയമായിരുന്നു. അറിയാമല്ലോ, നമ്മൾ ഇത്ര പേർക്ക് ഫുഡ് പോലും കഴിക്കാൻ പറ്റിയ സിറ്റുവേഷനാണ്. നാട്ടിലും പോയിട്ടില്ല. നമ്മൾ എന്തെങ്കിലും ആയിട്ട് നമ്മൾ തിരിച്ചു പോകും എന്നുള്ളൊരു മൈൻഡിൽ നിൽക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു ഓഫർ വന്നപ്പോൾ ഞാൻ നിർദാക്ഷിണ്യം ഞാൻ ചെയ്യുന്നില്ല, സിനിമ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞത് വിട്ടു. പിന്നീട് ഒരു ദിവസം എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട്, കാസ്റ്റിംഗ് ഡയറക്ടർ ശരൺ ചേട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ട്. എടാ, ഒരു സീരിയലിൻ്റെ ഒരു പ്രമോ ഷൂട്ട് നടക്കുന്നുണ്ട്, നീ അവിടെ വരുന്നോ? നമുക്ക് ഒരു ഒറ്റ ദിവസം ഷൂട്ടേ ഉള്ളൂ, ആസ് എ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ. ഞാൻ പറഞ്ഞു അതിനെന്താ കുഴപ്പമൊന്നുമില്ല, പേയ്മെൻറ്റ് കിട്ടുമല്ലോ, പോവാം എന്ന് വിചാരിച്ചിട്ട് പോയി. അവരുടെ കോളേജിലായിരുന്നു ഷൂട്ട്. അവിടെ പോയി ഞാൻ നോക്കുമ്പോൾ ഓക്കെ സീ കേരളത്തിൻ്റെ സംഭവമാണെന്ന് മനസ്സിലായി. അപ്പോൾ മിത്ര കുര്യൻ ആക്ട്രസ്, പുള്ളിക്കാരി അവർ അമ്മയും മോളും കൂടിയിട്ട് അമ്മ മകൾ എന്നായിരുന്നു സീരിയലിൻ്റെ പേര്. മിത്ര കുര്യൻ്റെ ആദ്യത്തെ സീരിയലായിരുന്നു. അതെ. അപ്പോൾ അവരുടെ ഒരു ഇതൊക്കെ ആയിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി ഇവരോ
ഇപ്പോൾ ബാക്കി ഈ ടെക്നീഷ്യൻസ് കണ്ടപ്പോൾ ഇതിലേക്കല്ലേ എന്നെ വിളിച്ചത് ഹീറോ ആയിട്ട്. അതായത് ഹീറോ ആയിട്ട് എന്നെ വിളിച്ച സീരിയലിലേക്ക് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയിട്ട് ഞാൻ അഭിനയിച്ച ദിവസം വരെ ഉണ്ട് എൻ്റെ ലൈഫിൽ. അത് മോശമായിട്ട് പറയുന്നതല്ല കേട്ടോ, അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. അത് ഫൈസൽ സാറിൻ്റെ വർക്കായിരുന്നു. ഇതേ ഫൈസൽ സാറിൻ്റെ കൂടെ ഈ വർക്കിലാണ് സുഗമോ ദേവി. അത് വർഷങ്ങൾക്ക് ശേഷം, ഒരു 3 വർഷത്തിന് ശേഷം 4 വർഷത്തിന് ശേഷം സുഗമോ ദേവിയിൽ ഞാൻ സാറിൻ്റെ സീരിയലിൽ ഹീറോ ആയിട്ട് വന്നു. ഇതേ സാർ, പക്ഷെ ഞാൻ സാറിനോട് പറഞ്ഞില്ല ആദ്യം, പക്ഷെ സാറെ കണ്ടുപിടിച്ചു. എടാ നീ അന്ന് എൻ്റെ മറ്റേ സീരിയലിൽ ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ സാറിൻ്റെ മോള് ഇത് കണ്ടുപിടിച്ചു കൊടുത്ത്. അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയി സാറോട് പറഞ്ഞു, സാറ് ഫസ്റ്റ് ഒന്ന് വിളിച്ചു, എനിക്ക് വരാൻ പറ്റില്ല സാർ, ഇപ്പം ഞാൻ നായകനായിട്ട് വന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമാണ്. സാറ് വളരെ സ്നേഹത്തോടെ, അല്ലാതെ നമ്മൾ ചീത്ത പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഇപ്പം എന്തെങ്കിലും ഞാൻ ബെറ്റർ ആയിട്ട് ഞാൻ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പുള്ളിയുടെ ഒരു ശിക്ഷണത്തിൽ തന്നെയാണ്. അത് ഞാൻ എത്ര കാലം കഴിഞ്ഞാലും അതങ്ങനെ തന്നെയായിരിക്കും. അതുപോലെ ഈ വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ഏതെങ്കിലും ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യണം തോന്നി? എല്ലാ ഡയറക്ടേഴ്സിൻ്റെ പെർട്ടിക്കുലർലി അങ്ങനെയല്ല. ഇനി ഞാൻ ചെയ്യുന്ന ഓരോ ഡയറക്ടേഴ്സിൻ്റെ നിന്നൊക്കെ ഓരോ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങൾ, ഒരുപാട് പാഠങ്ങൾ എനിക്ക് പഠിക്കാനുണ്ടാവും. അപ്പോൾ ചെയ്യുന്ന എല്ലാവരുടെയും കൂടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യണം, നല്ല നല്ല പാഠങ്ങൾ പഠിക്കണം, ഒരു നല്ല ആക്ടറായിട്ട് മുമ്പോട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൽ സുഗമോദേവി തന്നെ എടുത്ത് പറയേണ്ട, ഇപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നപ്പോൾ സാറാണെങ്കിലും എൻ്റെ ഹീറോയിനായിട്ട് സുസ്മിത ആണെങ്കിലും, ഇപ്പോൾ എൻ്റെ അച്ഛനായിട്ട് ചെയ്യുന്ന വി കെ ബൈജു എന്ന് പറയുന്ന ബൈജു ഒരുപാട് സിനിമകൾ ചെയ്ത ആളാണ് ബൈജു ചേട്ടൻ. അതുപോലെ ഐശ്വര്യ മാഡം, ഹരിശാന്ത് ഏട്ടൻ എന്ന് വെച്ചാൽ മലയാളത്തിലെ ആദ്യത്തെ സീരിയലിലെ ഹീറോ ആണ് ഹരിശാന്ത് ഏട്ടൻ. പുള്ളിയുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് അയ്യോ ഭയങ്കര സന്തോഷമാണ്. അതേപോലെ എൻ്റെ ഗിരിധർ എന്നൊക്കെ പറയുന്ന, ഗിരിധർ എന്ന് വെച്ചാൽ ഗിരിയേട്ടൻ എന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം ചേട്ടനെ പോലെയാണ്. ഇപ്പോൾ എൻ്റെ ചേച്ചിയായിട്ട് അഭിനയിക്കുന്ന നമ്മളിത്, അങ്ങനെ ഒരുപാട് ആൾക്കാരാണ്. നമ്മളൊക്കെ ഈ ഒരു 3 വർഷം കൊണ്ടൊരു ഫാമിലി എന്ന രീതി തന്നെയാണ് ഉള്ളത്. പിന്നെ ഫ്ലവേഴ്സ് ചാനൽ, ഡെഫിനറ്റ്ലി ഫ്ലവേഴ്സ് ചാനലിനോടുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ് എനിക്ക് എന്തായാലും മറക്കാൻ പറ്റൂല. കാരണം അവരാണല്ലോ ഇപ്പോൾ ഇനി നമുക്ക് എന്ത് ഗ്രോത്ത് ഉണ്ടെങ്കിലും ഇതിൻ്റെ ഇനി ബേസ്മെന്റ് എന്ന് പറയുന്നത് ഇവരൊക്കെയാണ്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. എനിക്കത്ര സന്തോഷമില്ല, ചുമ്മാ പറഞ്ഞ അടിപൊളിയായിരുന്നു. എനിവേ താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് ഇനിയും കാണാൻ പറ്റട്ടെ, ഒരുപാട് നല്ല നല്ല വർക്ക്സിന്റെ ഭാഗമായിട്ട് വന്നിട്ട്. ഇറ്റ് വാസ് എ നൈസ് കോൺവെർസേഷൻ. താങ്ക് യു.